സംഗിണി സുജയ പാർവതിയുടെ അരോചകമായിട്ടുള്ള ഒരു PR പണി കാണുകയായിരുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ജില്ലയിൽ കൂട്ടയടി നടക്കുന്ന പ്രശാന്ത് ശിവനെ വിളിച്ചിരുത്തി പാടി പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ ഇത് മാധ്യമപ്രവർത്തനമാണോ അതോ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള PR പ്രവർത്തനമാണോ എന്ന് തോന്നിപ്പോയി. പ്രശാന്ത് ശിവൻ കുറെ നല്ല കമന്റുകൾ വരുന്നുണ്ട്. നമ്മൾ തത്സമയമാണല്ലോ സംസാരിക്കുന്നത്. അബ്ദുൽ കലാം ചോദിക്കുന്നു, പ്രശാന്ത് ഓൾ ദ ബെസ്റ്റ്, രാഷ്ട്രീയം മതിയാക്കി സിനിമയിൽ അഭിനയിച്ചൂടെ, സുന്ദരനാണല്ലോ എന്ന് പറയുന്നു. നിധീഷ് പറയുന്നു, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ ഉയർന്നു വന്ന സ്വയം സേവകനാണ്. അതോടൊപ്പം സലീം മുഹമ്മദ് ചോദിക്കുന്നു, ജിമ്മിലിരുന്നാണല്ലോ സംസാരിക്കുന്നത്, നിങ്ങൾ പ്രോട്ടീൻ പൗഡർ അടിക്കുമോ എന്ന്. കേട്ടില്ലേ, സുന്ദരനാണ്, സിനിമയിൽ അഭിനയിച്ചൂടെ എന്ന്. വെളുത്തിരിക്കുന്നു, കുറച്ച് ആകാരവടിവുണ്ട്, അപ്പോൾ സുന്ദരനായി. സ്വാഭാവികമായിട്ടും ആ വാക്കിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരു അർത്ഥമുണ്ട്. നിറമില്ലാത്തവരെക്കുറിച്ച് ഇത് പറയൂ? പറയത്തില്ല. അത്തരം ആൾക്കാർ ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന അപകർഷതാബോധം, അത് ചിന്തിക്കാൻ പറ്റുന്നിടത്താണല്ലോ വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാനസിക വികാസം ഉണ്ടാകുന്നത്. ഇതങ്ങനെയല്ലല്ലോ. കൂട്ടയാടി നടക്കുന്ന ഒരിടത്ത് ഒരാളെ കൊണ്ടുവന്നിരുത്തി ആൾക്കാരുടെ ഇടയിലേക്ക് എന്തോ സംഭവമാണെന്ന് സംഘടിക്ക് വരുത്തി തീർക്കണം. അതിനുവേണ്ടി പറഞ്ഞു വെച്ച വാചകങ്ങളാണ്. കേട്ടപ്പോൾ തന്നെ വല്ലാത്ത അറപ്പ് തോന്നി. അതായത് മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ടും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി, ആ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടപ്പോൾ, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പറയുന്ന വാചകങ്ങൾ കേട്ടപ്പോൾ